Hi everyone, welcome to Comets. In this video, you are going to learn about meaning and objectives of accounting. ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും അവിടെ ഡെയിലി ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാകാറുണ്ട്. എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക ഇടപാടുകൾ, അതായത് പണമായിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന ഇടപാടുകളെയാണ് നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത്. That is the transactions which can be measured in terms of money. For example പറയുകയാണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് ഗുഡ്സ്, പെയ്ഡ് റെൻറ്റ്, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനുള്ള ഉദാഹരണങ്ങളാണ്. അതായത് സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനുള്ള ഉദാഹരണങ്ങളാണ്. ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഡെയിലി ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുമ്പോൾ അത് അപ് ടു ഡേറ്റായി റെക്കോർഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ലാഭനഷ്ട കണക്കുകളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇനി സ്ഥാപനം പണം നൽകാനുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പണം ഇങ്ങോട്ട് തരാനുണ്ടോ, ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്കിനി അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Accounting is the process of recording, classifying, summarizing, analyzing and reporting the financial transactions related to a business. So, accounting എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? യെസ്, റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. എന്തൊക്കെയാണ് ഈ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതുമൊക്കെ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഏതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്? റിലേറ്റഡ് ടു എ ബിസിനസ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴൊക്കെ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നു. എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസാക്ഷൻസിൻ്റെ നേച്ചർ അനുസരിച്ച് ഓരോ ട്രാൻസാക്ഷൻസിനെയും ഓരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ലഭിക്കും. അതിനെ നമ്മളൊരു റിപ്പോർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഇതാണ് സിംപ്ലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിന് അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ ഡിഫൈൻഡ് accounting as the process of identifying, measuring and communicating economic information to permit informed judgments and decisions by users of information. അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഡെഫിനിഷനിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതായത് എക്കണോമിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മെഷർ ചെയ്ത് അത് ആർക്കൊക്കെയാണോ ഈ ഇൻഫർമേഷൻസ് ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവരിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവരിൽ എത്തിക്കുന്നത്? ഈ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻസിന് ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അടുത്തതായി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചു അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആരൊക്കെയാണോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്.
ആസ് യു നോ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പർച്ചേസസ്, സെയിൽസ് അല്ലെങ്കിൽ റെസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ് പോലെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡെയിലി നടക്കും. ഇതൊക്കെ തന്നെ മെമ്മറിയിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, അപ് ടു ഡേറ്റ് ആയിട്ട് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യും. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. നമുക്കറിയാം, ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് മേക്കിംഗ് ആക്ടിവിറ്റിയാണ് ആക്ച്വലി ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഈ ബിസിനസ് കൊണ്ട് എത്ര ലാഭമുണ്ടായി, അല്ലെങ്കിൽ ഇനി നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ എത്ര നഷ്ടമുണ്ടായി എന്നിങ്ങനെയുള്ള വിവരങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ടാകും. എങ്കിൽ മാത്രമേ, ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ പറഞ്ഞു കറക്റ്റായിട്ട് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ പീരീഡിൽ എത്ര വരുമാനമുണ്ടായി, എത്ര ഇൻകം ഉണ്ടായി, അതുപോലെ തന്നെ എത്ര ചിലവ് നമുക്കുണ്ടായി, എത്ര എക്സ്പെൻസസ് ഉണ്ടായി എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഈ ബിസിനസ് സ്ഥാപനത്തിന് എത്ര ലാഭമുണ്ടായി, അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ എത്ര നഷ്ടം സംഭവിച്ചു, ഈ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് പ്രോഫിറ്റ് ആണോ ഉണ്ടായത്, ലോസ് ആണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? പ്രോഫിറ്റ് നമുക്കറിയാം അല്ലേ, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടിയാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രോഫിറ്റ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ്, ഇൻകം ആണ് എക്സ്പെൻസിനേക്കാൾ കൂടുതലെങ്കിൽ അതിനെ പ്രോഫിറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്, എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ലോസ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ്, ഇഫ് ദ ടോട്ടൽ എക്സ്പെൻസസ് എക്സീഡ് ദ ടോട്ടൽ ഇൻകം, ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് ലോസ്. അക്കൗണ്ടിങ്ങിൻ്റെ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. ഓരോ ഇയർ എൻഡിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവാണ്. ആൻഡ് ഈ അസറ്റിനെയും ലയബിലിറ്റീസിനെയും വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ്സിൻ്റെ ആസ്തി എത്രയാണെന്ന്, അതുപോലെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബാധ്യതകൾ എത്രയാണെന്നുള്ളത്. ഇതിൻ്റെ ബേസിലാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ കണക്കാക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അതായത് ആർക്കൊക്കെയാണോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് അവരിലേക്ക് കറക്റ്റ് ടൈമിൽ തന്നെ അക്കൗണ്ടിങ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് റിപ്പോർട്ടുകളായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടോ ഗ്രാഫുകളായിട്ടൊക്കെ അവരിലേക്ക് എത്തിക്കുക എന്നത് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്.